വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ HSST ബോട്ടണി ഓറിയന്റഡ് ആയിട്ട് ടാക്സോണമി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ഫാമിലീസ് ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാം പെട്ടെന്ന് മെയ്യിൽ 19-നാണ് എക്സാം വരുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള എല്ലാ പോർഷൻസും തീർക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ കട്ട് ഷോർട്ട് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോർഷൻസ് ബേസ് ചെയ്തിട്ട് വേഗം തന്നെ നമുക്ക് ക്ലാസ്സുകൾ പറ്റുന്ന രീതിയിൽ എടുത്തു പോകാം. അപ്പോൾ ഒന്നാമത്തെ ഫാമിലി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫാമിലി പോളിഗാലേസി ആണ്. അവയുടെ കോമൺ നെയിം മിൽക്ക് വേർഡ് ഫാമിലി എന്നാണ് കേട്ടോ പറയുന്നത്. ആദ്യം നമ്മൾ സിസ്റ്റമാറ്റിക് പൊസിഷൻ പഠിക്കണം. അവയുടെ ഡിവിഷൻ ആൻജിയോസ്പെർമിയ ആണ്. ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, സീരീസ് പോളിപെറ്റാലെ, ഓർഡർ പോളിഗാലേസ് ആണ്. അപ്പൊ അവയുടെ ആദ്യം ജനറൽ ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആദ്യം നമ്മൾ പറഞ്ഞു. ഇവ മിൽക്ക് വേർഡ് ഫാമിലിയിൽ വരുന്നതാണ്. ഏകദേശം 19 ജനേറയും അതിൽ തന്നെ 900-ൽ കൂടുതൽ സ്പീഷീസും ഈ ഒരു ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഈ ഒരു ഫാമിലിയിൽ വരുന്ന ഫ്ലവേഴ്സ് കാണുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജീനസ് എന്ന് പറയുന്നത് പോളിഗാലിയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്. ഇനി അവയ്ക്ക് അവയുടെ ടാക്സോണമി ബേസ്ഡ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം അവയുടെ ഹാബിറ്റ് ആണ് പറയുന്നത്. ഹാബിറ്റ് 3 രീതിയിൽ മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹെർബേഷ്യസ് ആയിട്ടുള്ള ഫോമിൽ ഉള്ളതാണ്. അതിന്റെ ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് പറയുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഫാമിലിയിലുള്ള ഓരോ എക്സാമ്പിൾസും പഠിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഹെർബ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാമിലിയാണ്, എക്സാമ്പിൾ ആണ്, സ്പീഷീസ് ആണ് പോളിഗാല ചൈനൻസിസ് എന്ന് പറയുന്നത്. ചിലത് കോമൺ ആയിട്ട് ഷ്രബും കാണുന്നുണ്ട്. അവയ്ക്ക് എക്സാമ്പിൾ ആണ് പോളിഗാല മെർട്ടിഫോളിയ. ഇത് പോളിഗാല മെർട്ടിഫോളിയ ആണ്. ദെൻ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ, ഈ ഒരു മെമ്പറിൽ, ഈ ഒരു ഫാമിലിയിൽ വരുന്ന സ്മോൾ ട്രീ ആയിട്ടുള്ള, അതായത് ആർബോറസെന്റ് ജീനസിൽ വരുന്ന സ്മോൾ ട്രീ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സാന്തോഫില്ലം എന്ന് പറയുന്നത്. ഓക്കെ, പോളിഗാലേസിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സാന്തോഫില്ലം. ഇത് ഈ ഒരു ട്രീ ഹാബിറ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി ആണ്. രണ്ടാമത്തേത് അവയുടെ റൂട്ട് ആണ്. ടിപ്പിക്കലി ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ ഡൈക്കോട്ടിന്റെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പോളിഗാല സെനഗ എന്ന് പറയുന്ന അവയുടെ റൂട്ടിനെ നമ്മൾ സെനഗ റൂട്ട് എന്ന് പറയുന്ന മെഡിസിനലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പെക്ടോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇവയുടെ റൂട്ട് കുറച്ചും കൂടി തിക്കൻഡ് ആയിട്ടുള്ള റൂട്ടാണ്. അതൊരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അവയുടെ സ്റ്റെം നോക്കാം. അപ്പം ഹെർബേഷ്യസ് ആണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അവ ഇറക്റ്റ് ആയിട്ടുള്ളതും പ്രോസ്ട്രേറ്റ് ആയിട്ടുള്ള ഹെർബും ഉണ്ട്. അവയുടെ ഒരു എക്സാമ്പിൾ ആണ്, പ്രോസ്ട്രേറ്റ് ഹെർബിന് എക്സാമ്പിൾ ആണ് പോളിഗാല ആർവെൻസിസ് എന്ന് പറയുന്നത്. ദെൻ വുഡി ആയിട്ടുള്ള സ്റ്റെം, ഷ്രബില് തന്നെ വുഡി ആയിട്ടുള്ള ഒരു സ്റ്റെം ഉണ്ട്, അത് പോളിഗാല മെർട്ടിഫോളിയ ആണ്. മെർട്ടിഫോളിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഈ ഒരു ഫാമിലിയിൽ. അപ്പം ഈ ഒരു ഫാമിലിയിൽ സെക്കൻഡറി ഗ്രോത്ത്, അബ്നോർമൽ ആയിട്ടുള്ള സെക്കൻഡറി ഗ്രോത്ത് കാണുന്നില്ല. ബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റെം ആണ് പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ഞാൻ അവയുടെ ലീവ്സ് വളരെ കോമൺ ആയിട്ട് സാധാരണ സിമ്പിൾ, ആൾട്ടർനേറ്റ്, എൻഡർ, എക്സ്റ്റിപ്പുലേറ്റ് ആയിട്ടുള്ള, സ്റ്റിപ്പുലേറ്റ് ഇല്ലാത്ത ലീവ്സ് ആണ് സാധാരണ പോളിഗാല ചൈനൻസിസിലൊക്കെ കാണുന്നത്. പക്ഷേ എക്സെപ്ഷണൽ ആയിട്ട് ചില പോളിഗാല സ്പീഷീസിൽ ഓപ്പോസിറ്റ് ലീവ്സും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫാമിലിയിലെ അടുത്ത ഐഡന്റിഫൈങ് ക്യാരക്ടർ എന്ന് പറയുന്നത് എക്സ്റ്റിപ്പുലേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ദെൻ അവയുടെ ഇൻഫ്ലോറസെൻസ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഇതാ ഈ ഒരു റെസിമോസ് ഇൻഫ്ലോറസെൻസ് ആണ് കേട്ടോ. അപ്പൊ യൂഷ്വലി അടുത്തൊരു എക്സാമ്പിൾ പരിചയപ്പെടുത്താം. പോളിഗാല വൾഗാരിസ് ആണ് അടുത്തൊരു എക്സാമ്പിൾ. ചില കേസിൽ സോളിറ്ററി ആയിട്ടുള്ള ഫ്ലവറും കാണുന്നുണ്ട്. നെക്സ്റ്റ് അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി, അവയുടെ ഫ്ലവേഴ്സ് നോക്കാം. അപ്പൊ ഇവയുടെ ഫ്ലവറിന്റെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവ ബ്രാക്ടിയേറ്റ് ആൻഡ് ബ്രാക്ടിയോലേറ്റ് ആണ്. ബ്രാക്ടിയേറ്റും ബ്രാക്ടിയോൾസും പ്രസന്റ് ആണ്. ബൈസെക്ഷുവൽ ആയിട്ടുള്ള സൈഗോമോർഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഇവയിൽ എല്ലാ ഫ്ലവേഴ്സും സൈഗോമോർഫിക് ആണ് എന്ന് ഓർത്ത് വെക്കുക. ഹൈപ്പോഗൈനസ് ആണ്. നിങ്ങൾ ഇവയുടെ ഫ്ലവർ നോക്കിക്കഴിഞ്ഞാൽ ഫാബേസിയ ഫാമിലിയിൽ വരുന്ന ഒരു പി ഫാമിലിയുടെ അതേ റിസംബ്ലൻസ് ആണ് കേട്ടോ ഇവർ ഫ്ലവറിനുള്ളത്. പക്ഷെ അവ സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്. അതായത് ഈ ഒരു കാണുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് പെറ്റലോയിഡ്സ് ആണ്. അവ ആക്ച്വൽ പെറ്റൽ അല്ല, അവ സെപ്പൽ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ട്വിസ്റ്റഡ് ആയിട്ട് കാണുന്ന ഒരു റീജിയൻ ആണ് ആക്ച്വലി അതിന്റെ പെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫാബേസിയ ഫാമിലിയിൽ 5 പെറ്റൽസ് പഠിക്കുന്നുണ്ട് അല്ലെ, പക്ഷെ ഈ ഒരു ഫാമിലിയിൽ 3 കറക്റ്റ് ആയിട്ടുള്ള പെറ്റൽസ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. നമുക്ക് കാലിക്സും കൊറോളയും ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ മനസ്സിലാകും. അപ്പൊ നമുക്ക് കാലിക്സിന്റെ ക്യാരക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ ആദ്യം 5 സെപ്പൽസ് ഉണ്ടാകും. ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ
ടോട്ടലി 5 സെപ്പൽസ് ഉണ്ടാകും എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു 5 സെപ്പൽസിൽ 2 എണ്ണം ഇന്നർ ആയിട്ട് കാണുന്ന 2 സെപ്പൽസ് എൻലാർജ്ഡ് ആണ്. അതാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, എൻലാർജ്ഡ് ആയിട്ടുള്ള സെപ്പൽസ് പ്രസന്റ് ആണ്. 2 ഇന്നർ ലാറ്ററലി ഒരു പോസ്റ്റീരിയർ ആയിട്ട് കാണുന്ന സെപ്പൽസ് പെറ്റലോയിഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഈ ഒരു പെറ്റലോയിഡ്സിനെ വിങ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, വിങ് പെറ്റൽ പോലെ റിസംബിൾ ആയതുകൊണ്ട് അവയെ വിങ്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും പ്രോമിനന്റ് ആയിട്ട് കാണുന്നത് ഇതാ ഈ ഒരു ഫാമിലി പോളിഗാല മിർട്ടിഫോളി എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ് ഈ ഒരു പെറ്റലോയിഡ് ആയിട്ടുള്ള സെപ്പൽ കാണുന്നത്. ഓക്കെ, ചില കേസിൽ റെയർലി ഓൾ അല്ലെങ്കിൽ 2 ആന്റീരിയർ സെപ്പൽസ് ബേസിക്കലി കൊണേറ്റ് ആയിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അതിൽ 5 സെപ്പൽസിൽ 2 എണ്ണം ഈ ഒരു കീൽ പെറ്റൽ വിങ് പെറ്റൽ പോലെ എൻലാർജ്ഡ് ആണ് എന്നുള്ള ഈ ഒരു യുണീക് ക്യാരക്ടർ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഒരു വിങ് ലൈക്ക് സെപ്പൽസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു പോളിഗാലേസിയയുടെ ചീഫ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. നമുക്ക് പെറ്റൽസിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ പെറ്റൽ ഓഫൻ അഡിനേറ്റ് ടു ആൻഡ്രീഷ്യം ആയിട്ട് അഡിനേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. കൊറോള യൂഷ്വലി 3 പെറ്റൽസ് ആണ്. 5 ചില റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ കാണുന്നുണ്ട് എന്ന് പല ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും നോക്കിയാലും നിങ്ങൾ 3 പെറ്റൽസ് ആണ് എല്ലാത്തിലും പറയുന്നത്. അപ്പൊ ഈ ഒരു 3 പെറ്റൽസ് എന്ന് പറയുന്നത് എന്താ 2 ലാറ്ററൽ പെറ്റൽസ് ആയിട്ട് ചിലപ്പോൾ ചുരുങ്ങാറുണ്ട്. ചില കേസിൽ മെജോറിറ്റി കേസിൽ 3 പെറ്റൽസ് ആണ് ഉള്ളത്. അതിൽ ആന്റീരിയർ പെറ്റൽ എന്ന് പറയുന്നത് ഒരു കീൽ പെറ്റൽ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. നീലി ക്ലിയർലി വിസിബിൾ അല്ല. അതിന്റെ നല്ല രീതിയിലുള്ള പിക്ചർ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതിൽ ആന്റീരിയർ ആയിട്ടുള്ള പെറ്റൽസ് കുറച്ചും കൂടി ട്വിസ്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഈ ഒരു കണ്ടീഷന്റെ ഉള്ളിലാണ് കാണുന്നത്. അപ്പൊ ആന്റീരിയർ പെറ്റൽസ് കീൽ പെറ്റൽ പോലെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. അവയെ നമ്മൾ കെറീന എന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളിലാണ് സ്റ്റീമനും സ്റ്റൈലും കാണുന്നത്. ദെൻ ക്രസ്റ്റഡ് ആയിട്ടുള്ള കീലായിരിക്കും, കുറച്ചും കൂടി എന്താ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്രസ്റ്റഡ് ആയിട്ടുള്ള കീൽസ് ആയിരിക്കും ആന്റീരിയർ പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഈ ഒരു ഫാമിലിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ഓക്കെ, ഒന്ന് അൺഡ്രീഷ്യമായിട്ട് അഡിനേറ്റ് ആയിരിക്കും. അഡിനേറ്റ് ആയത് കാരണം ഒരു ട്യൂബ് പോലെയാണ് ഇവ ഫോം ചെയ്യുന്നത് കേട്ടോ, ട്യൂബ് പോലെയാണ് ഫോം ചെയ്യുന്നത്. അപ്പം അതില് എന്താ ആന്റീരിയർ ആയിട്ടുള്ള പെറ്റൽസ് കീലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അവ എന്താ ആക്ച്വലി എപ്പിക്കലി ഫ്രിഞ്ച്ഡ് ആണ് എന്ന് പറയും. ഒരു ബോട്ട് ഷേപ്പ് ഒക്കെ ആയിരിക്കും ഈ ഒരു ആന്റീരിയർ പെറ്റൽസിന് ഉണ്ടായിരിക്കുക. ദെൻ പെറ്റൽസ് പാർഷ്യലി യുണൈറ്റഡ് ആയിട്ടുള്ള ചില കണ്ടീഷനും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫാബേസിയോ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഈ ഒരു 3 പെറ്റൽസ് ആണ് കേട്ടോ. റിഡക്ഷൻ ടു 3 പെറ്റൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അവയുടെ ആൻഡ്രീഷ്യം ആണ്. അവയിലെ സ്റ്റേമെൻസ് മെയിൻ ആയിട്ട് 8 സ്റ്റേമെൻസ് ആണ് ഉണ്ടായിരിക്കുക. സാധാരണ കണ്ടീഷൻ ആണ്. ആ സ്റ്റേമെന്റ് ആന്തർ എന്ന് പറയുന്നത് പോറിസിഡൽ ആണ് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് മൊണാഡൽഫസ് ആണ്. അതായത് ഈ ഒരു സ്റ്റേമെന്റ് ഫിലമെന്റ് യുണൈറ്റ് ചെയ്തിട്ട് ഇൻടു സ്പ്ലിറ്റ് ട്യൂബ്സ്. ഫിലമെന്റ്സ് യുണൈറ്റഡ് ആണ്. ഓക്കെ, ഫിലമെന്റ് യുണൈറ്റഡ് ആയിട്ട് ഒരൊറ്റ കണ്ടീഷനിലാണ് കാണുന്നത്, പക്ഷെ ആന്തർ ഫ്രീ ആയിരിക്കും. എക്സാമ്പിൾ പോളിഗാല സെനഗ ഒക്കെയാണ്. സ്റ്റാമിനൽ ട്യൂബ്, അതായത് സ്റ്റേമെൻസിന്റെ ആ ഒരു ട്യൂബ് കൊറാളി ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അതാണ് അഡിനേറ്റ് ടു ആൻഡ്രീഷ്യം എന്ന് ഞാൻ പെറ്റിൽ പറയുമ്പോൾ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു പെക്യുലർ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സ്റ്റേമെന്റെ നമ്പർ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കേസ് വളരെ റെയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അവയുടെ ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യൻ ബൈകാർപ്പലറി സിങ്കാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. ഓവറി സുപ്പീരിയർ ആണ്, ഹൈപ്പോഗൈനസ് ആയതുകൊണ്ട് തന്നെ. കോമൺ ആയിട്ട് ബൈലോക്കുലാർ വിത്ത് ആക്സൈൽ പ്ലാസന്റേഷൻ, 2 ലോക്യൂൾ ഉള്ള ആക്സൈൽ പ്ലാസന്റേഷൻ ആണ് വളരെ കോമൺ ആയിട്ടുള്ളത്. യൂണിലോക്കുലാർ ആയിട്ടുള്ള എക്സെപ്ഷണൽ കേസസും കാണുന്നുണ്ട്. അവിടെ ചില സ്പീഷീസിൽ സപ്രഷൻ, അതായത് 1 ലോക്യൂൾ സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് യൂണിലോക്കുലാർ എന്നുള്ള കണ്ടീഷൻ കാണുന്നത്. ഓക്കെ, ഇവിടെ ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. പോളിഗാല വെൽഗാരിസ് ആണ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് വിങ്ഡ് ക്യാപ്സ്യൂൾ ചില സ്പീഷീസിലും കാണുന്നുണ്ട് എന്നും കൂടി പഠിച്ചു വെക്കുക. ദെൻ സീഡ് എന്ന് പറയുന്നത് ഓരോ ലൊക്യൂൾസിലും ബൈലോക്യൂൾ ആണെന്ന് പറഞ്ഞു, ഓരോ ലൊക്യൂളിലും ഓരോ സീഡ് ആയിരിക്കും. എൻഡോസ്പെർമിക് ആയിട്ടുള്ള സീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സീഡ്സ് വിത്ത് കാരങ്കിൾസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതായത് ഡിസ്പേഴ്സലിന് സഹായിക്കുന്ന, മിർമെക്കോകോറിക്ക് സഹായിക്കുന്ന ഒക്കെ അതായത് ഉറുമ്പ് വഴിയുള്ള ഡിസ്പേഴ്സൽ ആണ് മിർമിക്കോകോറി എന്ന് പറയുന്നത്. ആ മിർമിക്കോകോറിക്ക് സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് സീഡ്സ് വിത്ത് കാരങ്കിൾ എന്ന് പറയുന്നത്. അവ ഈ ഒരു ഫാമിലിയുടെ ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ഓക്കെ, പ്രസൻസ് ഓഫ് കാരങ്കിൾ ഈ ഒരു ഫാമിലിയുടെ ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്.
നെക്സ്റ്റ് അവയുടെ നമ്മൾ ഇത്രയേരം പഠിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് നോക്കാം. ഒന്ന് സൈഗോമോർഫിക് ആണ്, ഹൈപ്പോഗൈനസ് ആണ് എന്ന് പറഞ്ഞു. രണ്ട്, ലാർജ് പെറ്റലോയിഡ്സ് ആയിട്ടുള്ള വിങ്സ് പ്രസന്റ് ആണ് എന്ന് പറഞ്ഞു. കൊറോളയിൽ 3 പെറ്റൽസ് മാത്രമേ ഉള്ളൂ, അതിൽ ആന്റീരിയൽ പെറ്റൽ കീൽ ഷേപ്ഡ് ആണ് എന്ന് പറഞ്ഞു. മൊണഡൽഫസ് ആയിട്ടുള്ള സ്റ്റേമൻസ് ഫോമിങ് സ്പ്ലിറ്റ് ട്യൂബ് ആണ്, 8 എണ്ണാണ് ഉള്ളത്. ഫ്രൂട്ട് ഏതായിരുന്നു? ക്യാപ്സ്യൂൾ ആയിരുന്നു. ആ ഒരു സീഡ്സിൽ മിർമിക്കോ കോറിക്ക് സഹായിക്കുന്ന കാരഗിൾസ് പ്രസന്റ് ആണ്. ട്രീ ഹാബിറ്റ് സാന്തോഫിലം ഏകം ആ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്. ഇനി ഇവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കിയാൽ മെഡിസിനൽ ആൻഡ് ഓർണമെന്റൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പോളിഗാല സെനക എന്ന് പറയുന്നത് അവയുടെ റൂട്ട് എക്സ്പെക്ട്രോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രോങ്കൈറ്റിസും റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ റൂട്ട്സിൽ സാപ്പോണിൻസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്. അവ ഫാർമക്കോളജിയിലും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഓർണമെന്റൽ പ്ലാന്റ് ആണ്. അതിൽ പോളിഗാല മിർട്ടിഫോളിയ എന്ന് പറയുന്നത് ഓർണമെന്റൽ ആയിട്ട് ഗാർഡൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അവയുടെ എന്താ അട്രാക്റ്റീവ് ആയിട്ടുള്ള വിങ്ഡ് ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ചെറിയ രീതിയിൽ ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ടും ഗാർഡൻ പ്ലാന്റ് ആയിട്ടും ചില രീതിയിൽ ലോക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പോളിഗാലേസിയ ഫാമിലിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ഫാമിലി കാരിയോഫില്ലേസി അല്ലെങ്കിൽ പിങ്ക് ഫാമിലി എന്ന് പറയും. അവയുടെ ക്ലാസിഫിക്കേഷൻ ദേ ബിലോങ്സ് ടു പ്ലാന്റ് ആൻജിയോസ്പെർമേ ഡിവിഷൻ ഡൈക്കോട്ടിലിഡനെ ക്ലാസ് കാരിയോഫില്ലേസ് ഓർഡർ കാരിയോഫില്ലേസിയ ഫാമിലി ആണ്. ഇവയും മോസ്റ്റ്ലി ടെമ്പറേറ്റ് റീജിയൻസിലാണ്. ചിലത് മാത്രം ട്രോപ്പിക്കൽ സ്പീഷീസ് ആയിട്ടും കാണുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി 80 ജനറയും അതിൽ 2000 സ്പീഷീസും ഈ ഒരു ഫാമിലിയിൽ ഡിസ്കവറി ചെയ്തിട്ടുണ്ട്. ഇനി ഇവയുടെ ഇമ്പോർട്ടന്റ് പെക്യുലാരിറ്റീസ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ഹാബിറ്റ് ആണ്. ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ആനുവൽ അല്ലെങ്കിൽ പെരന്നിയൽ ആയിട്ടുള്ള ഹെർബ്സ് ആണ് മോസ്റ്റ് കോമൺലി ഉള്ളത്. അപ്പം ഹെർബ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് സ്റ്റെല്ലേരിയ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ദെൻ ഡയാത്തസ് കെറോഫിലസ് എന്ന് പറയുന്നത് നമ്മൾ കാർണേഷൻ പ്ലാന്റ് എന്നും ഇവയെ കോമൺ ആയിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഡയാന്തസിനെ. ദെൻ അണ്ടർ ഷ്രബ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സാപ്പോണേരിയ ഒഫീസിനാലിസ് എന്ന് പറയുന്നത്. സ്വള്ളൻ ആയിട്ടുള്ള നോട്ട്സ് ഇവയിൽ പ്രസന്റ് ആണ്. അവ ഡിസ്റ്റിംഗ്വിഷിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. ദെൻ റൂട്ടിന്റെ കേസ് പറയുമ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ചില കേസിൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള റൂട്ട്സ് കാണുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സിലിയൻ വൾഗാരിസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെം ഹെർബേഷ്യസ് ആണ്, സ്വള്ളൻ നോഡ് ആണ് എന്ന് പറഞ്ഞു. ഡയാന്തസ് എക്സാമ്പിൾ ചില ഓഫൺ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ചഡ് ആയിട്ടുള്ളതാണ്. ഞാൻ യുണീക് ഫീച്ചേഴ്സ് മാത്രമാണ് എംഫസൈസ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. ലീവ്സിന്റെ കേസിൽ സിമ്പിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡെക്കുസേറ്റ് ലീവ്സ് ആണ്. നമ്മൾ ലാമിയേസിയ ഫാമിലിയിൽ വരുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് ഈ ഒരു ഡെക്കുസേറ്റ് ലീഫ്. എക്സാമ്പിൾ സ്റ്റെല്ലേരിയ മീഡിയ ആണ്. എൻറ്റയർ ആയിട്ടുള്ള ലീവ്സ് മാർജിൻ ആയിരിക്കും. ഈ ഒരു ഫാമിലിയും എക്സ്റ്റിപ്പുലേറ്റ് ആണ്, സെസൈൽ ആയിട്ടുള്ള ലീവ്സ് ആണ്. ഓക്കെ, നോഡ്സ് തിക്കൻഡ് ആണ് എന്ന് പഠിച്ചു വെക്കുക. തന്നെ ഇവയുടെ ഇൻഫ്ലോറസെൻസ് സൈമോസ് ആണ്. അതിൽ ഡൈക്കേഷ്യസ് ആയിട്ടുള്ള സൈം ആണ് കേട്ടോ. സൈമോസിൽ സ്പെസിഫിക്കലി ഡൈക്കേഷ്യസ് ആയിട്ടുള്ള സൈം ആണ് ഇവയുടെ ഇൻഫ്ലോറസെൻസിൽ വരുന്നത്. then അവയുടെ ഫ്ലവർ കാറ്റഗറി നോക്കിയാൽ ഫ്ലവേഴ്സ് എന്താ ആക്ടിനോമോർഫിക് ആണ് അല്ലെ, ക്ലിയർലി ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷുവൽ ആണ്, പെൻറ്റാമിറസ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. ഓക്കെ, അതൊക്കെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. ഇനി നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കാൻ വരുന്നുണ്ടെങ്കിൽ കാലിക്സ് എന്ന് പറയുന്നത് 5 സെപ്പൽസ് ആണ്. അവ ഗ്യാമോ സെപ്പാലസ് ആണ്, യുണൈറ്റഡ് ആണ്, ട്യൂബുലാർ ആണ്. ഓക്കെ, ഗ്യാമോ സെപ്പാലസ് ആണ്, അപ്പൊ ട്യൂബുലാർ ആണ്. പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ്. ഓക്കെ, പെർസിസ്റ്റന്റ് ആയിട്ടുള്ള കാലിക്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ കൊറോള 5 ഫ്രീ പെറ്റൽസ് ആണ്. ഓക്കെ, പോളിപെറ്റാലസ് ആണ്. ഓഫൺ ക്ലോഡ് ആയിട്ടുള്ള കണ്ടീഷൻ, ഇവിടെയൊക്കെ നോക്കിയേ ക്ലോഡ് ആയിട്ടുള്ളതാണ് അല്ലെ, ക്ലോഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും ഫ്ലവേഴ്സിൽ ഉണ്ടായിരിക്കുക. പെറ്റൽസ് ചില കേസിൽ ബൈഫിഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു പിക്ചറിൽ നോക്കിയേ, അതായത് ഇത് ഒറ്റൊരു ഫ്ലവർ ആണ്, അവിടെ നടുവേ കൂടെ ഒരു ഫ്ലിപ്പ് ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ എന്താ ബൈഫിഡ് അല്ലെങ്കിൽ നൊച്ച് പ്രസന്റ് ആണ് എന്ന് പറയുന്നത്. നൊച്ചഡ് ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും പ്രസന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ദെൻ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് 10 സ്റ്റേമൻസ് പ്രസന്റ് ആണ്. അത് 2 വേൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചില കേസിൽ ഫ്രീ ആയിട്ടും ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ആൻഡ്രീഷ്യം ആണ് സ്റ്റെല്ലേരിയ മീഡിയ എക്സാമ്പിൾ. ചില കേസിൽ 5 വരെയൊക്കെ റിഡ്യൂസ് ചെയ്തിട്ടും കാണുന്നുണ്ട് കേട്ടോ. ദെൻ ഗൈനീഷ്യം എന്ന് പറയുന്നത് ബൈകാർപ്പലറി ആണ്, പെന്റാകാർപ്പലറിയും ഉണ്ട്.
സിൻകാർപ്പസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സുപ്പീരിയർ ആയിട്ടുള്ള ഓവറി ആണ്. ഇവയുടെ പ്ലാസന്റേഷൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ആണ്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ് ഈ ഒരു ഫാമിലി കാരിയോഫില്ലേസിയയിൽ വരുന്നത്. ദെൻ ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ, ഫ്രൂട്ട് ടൈപ്സ് ക്യാപ്സ്യൂൾ ആണ്. അപ്പൊ ഈ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ ഡെഹിസസ് ബൈ ടീത്ത് അറ്റ് അപ്പെക്സ്, അപ്പെക്സിൽ ഒരു ടീത്ത് പ്രസന്റ് ആയിട്ട് ഉണ്ടായിരിക്കും. അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഡെഹിസൻസ് നടക്കുന്നത്. ദെൻ അവയുടെ എക്സാമ്പിൾ സ്റ്റെല്ലേറിയ, മീഡിയ ആണ്. ദെൻ സീഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് സിലീൻ ലാറ്റിഫോളിയ എന്ന് പറയുന്ന, ഇതാണ് സിലീൻ ലാറ്റിഫോളിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. അവയുടെ ബിഫോർ ആ ഒരു ഫ്ലവറിങ്ങിന്റെ സ്റ്റേജ് ആണ്. അവയുടെ എംബ്രിയോ എന്ന് പറയുന്നത് കേർവ്ഡ് ആയിട്ടുള്ള എംബ്രിയോ പ്രസന്റ് ആണ്. ഓക്കെ, ദെൻ അവയുടെ സീഡ് ന്യൂമറസ് ആയിട്ടുള്ള സീഡ്സ് പ്രസന്റ് ആയിരിക്കും. അവ എൻഡോസ്പെർമിക്കും ആയിരിക്കും. നെക്സ്റ്റ് അവയുടെ ഇത്രയേറെ പഠിച്ച യുണീക് ക്യാരക്ടറിൽ ഒന്നാമത്തത് ഡയാന്തസ്, ഈ ഒരു കാർണേഷൻ ആ ഒരു ഫാമിലിയിൽ വരുന്ന ഫ്ലവേഴ്സ് സ്വള്ളൻ ആയിട്ടുള്ള നോട്ട്സ് സ്റ്റെമ്മിൽ പ്രസന്റ് ആയിരിക്കും. സ്റ്റെല്ലേരിയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്റ്റിപ്പുലേറ്റ് ആയിട്ടുള്ള ലീവ്സ്, മോസ്റ്റ് കോമൺ എല്ലാവരിലും അത് തന്നെയാണ്. ഡൈക്കേഷ്യസ് ആയിട്ടുള്ള സൈൻ ഇൻഫ്ലോറസൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പെറ്റൽസ് ക്ലോഡ് അല്ലെങ്കിൽ ബൈഫിഡ് ആയിട്ടുള്ള പെറ്റൽസ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടായിരിക്കുക. ദെൻ ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ് ഉള്ളത്. ക്യാപ്സ്യൂൾ ഫ്രൂട്ട് വിത്ത് മെനി സീഡ്സ് ആണ്. ഓക്കെ, ഇതാണ് അവയുടെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ദെൻ അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ മേജർ ആയിട്ട് ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ്. അവയിൽ കാർണേഷൻ പ്ലാന്റ് എന്ന് പറയുന്ന ഡയാന്തസ് കാരിയോഫില്ലസ് ആണ് കട്ട് ഫ്ലവർ ആയിട്ട് കൊമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചറിന് യൂസ് ചെയ്യുന്നുണ്ട്. ഡയാന്തസ് ബർബാറ്റസ് എന്ന് പറയുന്നത് സ്വീറ്റ് വില്യം ആണ് ഗാർഡൻ ഓർണമെന്റൽ പ്ലാന്റ്. ദെൻ ജിപ്സോഫില എലഗൻസ് എന്ന് പറയുന്ന ബേബീസ് ബ്രെത്ത് എന്ന് പറയുന്ന കോമൺ നെയിം ഉള്ളത് ബൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെഡിസിനൽ യൂസസിൽ വരുന്നത് സാപ്പോണേരിയ ഒഫീസിനാലിസ് എന്ന് പറയുന്നതാണ്. അവയിൽ സാപ്പോണിൻസ് ഉണ്ട്, അവ എക്സ്പെക്ട്രോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലെൻസിങ് ഏജന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെല്ലേറിയ മീഡിയ എന്ന് പറയുന്നത് പണ്ട് രീതിയിൽ ആ ഒരു സ്കിൻ അയിൽമെന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫോക്ക് മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ആൻഡ് ഫോഡർ ആയിട്ട് യൂസ് ചെയ്യുന്ന അവയുടെ ലീവ്സ്, സ്റ്റെല്ലേറിയ മീഡിയയുടെ ലീവ്സ് എഡിബിൾ ആണ്, അപ്പൊ വെജിറ്റബിൾ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അവയുടെ വീഡ്സ് വീഡായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെല്ലേറിയ മീഡിയ, സ്പെർഗുല ആർവനിസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള അഗ്രികൾച്ചർ വീഡ്സ് ആണ്. സോ രണ്ട് ഫാമിലിയുടെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.